ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നത്, എൻ്റെ പേര് നിഹിത. ഇന്ന് നമ്മൾ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ പല രീതിയിൽ നമ്മൾ മുടി കേളർ വെച്ച് നമ്മൾ കേളയും, അതേപോലെ തന്നെ നമ്മൾ ഒരുപാട് DIY ഉണ്ടല്ലോ മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരുപാടധികം പ്രോഡക്റ്റ് ഉണ്ട് മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ. അതായത് നമ്മൾ ഇന്ന് കുറച്ച് വെറൈറ്റി ആയിട്ട് മുടി ഒന്ന് കേൾ ചെയ്ത് നോക്കാൻ പോവുകയാണ്. നമ്മുടെ ചാനൽ 8-9 മാസം മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മുടി കേൾ ചെയ്യുന്നതാണ്, അത് ടിഷ്യൂ പേപ്പർ വെച്ച് മുടി കേൾ ചെയ്യുന്നതാണ്. അതും നമ്മൾ ഈ ഇടയ്ക്ക് നമ്മൾ വേറൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു, അല്ലാതെ കേളർ വെച്ച് മുടി കേൾ ചെയ്യുന്നത്. നമ്മളൊരു റിവ്യൂ പോലെയായിരുന്നു ചെയ്തിരുന്നത്. മീഷോ ഒരു കളർ വെച്ചിട്ട് അതിന് റിവ്യൂ പോലെ DIY വെച്ച് നോക്കാം. ടിഷ്യൂ പേപ്പർ വെച്ച് കേൾ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുടി കീളായി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ വേറൊരു രീതിയിൽ മുടി എങ്ങനെ കേൾ ചെയ്യാനായിട്ട് നോക്കുന്നത്. ഇതിൻ്റെ അവസാനം എന്താവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഇന്ന് നമ്മൾ മുടി കേൾ ചെയ്യാൻ പോകുന്നത് ലെഗിൻസ് വെച്ചിട്ടാട്ടോ. നമ്മൾ യൂസ് ചെയ്യുന്ന ലെഗിൻസ് വെച്ചിട്ടാണ് നമ്മൾ മുടി കേൾ ചെയ്യാൻ പോകുന്നത്. അന്നേരം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇതിന് മുമ്പ് ചെയ്ത് നോക്കിയിട്ടൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ട് നിങ്ങൾ മുന്നിൽ വെച്ച് ചെയ്ത് നോക്കാൻ പോകുന്നത്. അതായത് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ കുറച്ച് നനവ് വേണം മുടിക്കും. പക്ഷെ ഇപ്പോൾ എൻ്റെ മുടിയിൽ നനവൊക്കെ അങ്ങ് പോയി. ഇപ്പോൾ നിങ്ങൾ കണ്ടറിയാം എൻ്റെ മുടി ഇപ്പോൾ ചെറിയൊരു ആ ഒരു രീതിയിലാണ് കിടക്കുന്നത്. കുറച്ചിങ്ങനെ കേളിയായിട്ടുള്ള ഹെയറാണ് എൻ്റേത്. ഒരുപാട് കേളി അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. നമുക്കിത് നല്ല രീതിയിൽ കേളായി കിട്ടുമോ ഇല്ലയോ എന്നാണ് നമ്മൾ ലെഗിൻസ് വെച്ച് നോക്കാൻ പോകുന്നത്. നമ്മൾ ലെഗിൻസ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് എന്തായാലും ആദ്യം എൻ്റെ മുടി ഒന്ന് ജസ്റ്റ് നനച്ച് കൊടുക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെയ്യുന്നതായിരിക്കും കുറച്ച് നനവ് വേണമെന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ എന്ത് കേൾ ചെയ്താലും ഇപ്പം നമ്മളെല്ലാം DIY ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് നനവുണ്ടെങ്കിൽ മുടിക്ക് നല്ലതായിരിക്കും മുടി കേൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് നമുക്ക് കുറച്ച് മുടി ഒന്ന് നനച്ചു കൊടുക്കാം. ലെഗിൻസ് നമ്മൾ എടുത്തിട്ട് ലെഗിൻസ് നമ്മൾ ഇവിടെ ആയിട്ട് വെക്കണം എന്നാണ് പറയുന്നത്. ഈ ഒരു നടുഭാഗം ഉണ്ടല്ലോ, നടുക്കത്ത് അത് ഇവിടെ ആയിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും ഈ ഒരു സൈഡിലോട്ട് വെക്കണമെന്നാണ്. എന്ന് വെച്ചാൽ നമ്മൾ രണ്ട് കാലും ഉണ്ടല്ലോ, കാലിൻ്റെ ഇത് ഇങ്ങനെ ഇട്ടേക്കണം, ഈ രണ്ട് സൈഡിലോട്ട് ഇട്ടേക്കണമെന്നാണ് കാണിക്കുന്നത്. നമുക്ക് ഇതേപോലെ വെച്ചിട്ട് ഓക്കെ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് എന്നിട്ട് മുടി ഇങ്ങനെ നമ്മൾ ഈ ഒരു ഇങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് ഇവിടുന്ന് കഴിയുമ്പോൾ കുറച്ച് മുടി എടുക്കണമെന്നാണ് കാണിക്കുന്നത്. കുറച്ച് മുടി എടുത്ത് നമ്മൾ അല്ലാതെ ഇങ്ങനെ മുടി പിന്നിക്കില്ല, ഇതേപോലെ ഇങ്ങനെ വെച്ചെടുക്കുക. മെടഞ്ഞ് ചുരുട്ടി കൊടുക്കുക ഇതേപോലെ. ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കാം മുടി. ചെയ്ത് കൊടുത്തിട്ട് ഇത്രയും വേണ്ട മൊത്തം ഇതായിട്ട് നമ്മൾ ഈ ഒരു സൈഡ് മൊത്തം ഇതേ കേളിയായിട്ട് ചുരുട്ടിയെടുത്തിട്ട് ലെഗിൻസിൻ്റെ ഈ അറ്റമില്ലേ ഇതിങ്ങനെ തിരിച്ചകത്തോട്ട് കൊണ്ടുവരുന്നതായിട്ട് കാണിക്കുന്നത്. നോക്കാം, ഇത് കുറച്ച് ലെന്തുള്ള കേട്ടോ ഈ ഒരു ലെഗിൻസ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ അകത്തോട്ട്. ഇതാണ് എനിക്ക് മൊത്തം അകത്തോട്ട് വെക്കാം കേട്ടോ. അതൊക്കെ എന്തായാലും മൊത്തം ഇവിടെ തന്നെ വെക്കാൻ ഞങ്ങൾ അഴിഞ്ഞു പോകത്തില്ല. അത് നമുക്ക് ഞാൻ റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇതേപോലെ കുഞ്ഞു റബ്ബർ ബാൻഡ് എടുത്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ.
അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് അപ്പോൾ ഒരു സൈഡ് ശരിയായിട്ടുണ്ട് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തെറ്റിപ്പോയാലും എനിക്ക് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ മാറ്റിയിട്ട് വീണ്ടും ഞാൻ അങ്ങോട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് അത് മുടി ഒന്ന് മടക്കുക, ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊന്ന് മടക്കിയിട്ടാണ് കേട്ടോ ബണ്ണിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഇതേപോലെ അടുത്ത സൈഡും ചെയ്യട്ടെ. രണ്ട് സൈഡ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് എൻ്റെ ഈ ഭാഗമില്ലേ ലെഗിൻസിന്, അത് ഇങ്ങോട്ട് ഫ്രണ്ടിലോട്ട് കാക്കി വെക്കാന്നാണ് പറയുന്നത്. ഇതേപോലെ ഇതെല്ലാം ഇത്രയും കവർ ചെയ്തിട്ട് ഉള്ളിലോട്ട് കയറ്റാണ്ട് നമ്മളിത് മൊത്തം ഉള്ളിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കിന്ന് ഉറങ്ങാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണെന്നാണ് പറയുന്നത്. നമുക്ക് രാത്രി ചെയ്തുകൊണ്ട് കിടന്നാലും നമുക്ക് കിടന്ന് ഉറങ്ങാനൊക്കെ വലിയ പാടൊന്നും കാണത്തില്ലെന്നാണ് പറയുന്നത്. അന്നേരം എന്തായാലും ഞാൻ 2 മണിക്കൂറെ വെക്കുന്നുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കാം ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത്, കേടായി വരുമോ എന്നൊക്കെ ഉള്ളത് മുടി. അത് നമ്മളെന്താ സെറ്റ് ചെയ്തതിൻ്റെ ലെഗിൻസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. ഇത് വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് ഉറങ്ങുകയെന്ന് വെച്ചാൽ കുറച്ച് പാടുള്ള പണിയാണ് കേട്ടോ. ഞാൻ കിടന്ന് നോക്കി, കുറച്ചിങ്ങനെ പറ്റുന്ന കാര്യമൊന്നുമല്ല. അത്രയ്ക്കും നമ്മൾ ഇത് വെച്ച് രാത്രി ചെയ്തിട്ട് രാവിലെ അയച്ചെടുക്കാനാണെങ്കിൽ അങ്ങനെ വെച്ചിട്ട് കിടന്ന് ഉറങ്ങാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇത് വെച്ചിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അല്ലാതെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ അതിന് 2-3 മണിക്കൂർ മുമ്പ് ഇതേപോലെ ചുറ്റി വെക്കുന്നതിനും കുറച്ചും കൂടി നല്ലത് കേട്ടോ. നമുക്കതിനെ അഴിച്ച് നോക്കാം. എന്നാൽ ഒരു സൈഡ് അയച്ചു കൊടുക്കുക കേട്ടോ. ഇത് കുറച്ച് നനവുണ്ട്, ആ നനവുണ്ട് കേട്ടോ മുടിക്ക്. അത് നനവൊന്നും മാറിയിട്ടൊന്നും ഇല്ല കേട്ടോ. നനവുണ്ടാകുന്ന എന്താവുമെന്ന് അറിയത്തില്ല, നോക്കാം എന്തായാലും നമുക്ക്. അതായത് ഞാൻ പയ്യെ അഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഞാൻ വെച്ച് കണ്ടപ്പോൾ ഞാൻ വെച്ച് കേളിയായിട്ടൊക്കെ ഇരിക്കുമായിരിക്കും, ആ മുടിയൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വെച്ച് കേളിയായിട്ട് ഇരിക്കുമായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ മൊത്തത്തിൽ അഴിച്ചെടുത്തപ്പോഴാണ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മുടി അങ്ങനെ കേളൊന്നും ആയിട്ടൊന്നും ഇല്ല കേട്ടോ. മൊത്തവും ആ ഒരു ജസ്റ്റ് ഒന്നിങ്ങനെ ആ ഒരു ചുറ്റി വെച്ചതിൻ്റെ ആയിട്ടുള്ള ഒരു അല്ലാതെ വേറെ കേളിയായിട്ടുള്ള അങ്ങനെയൊന്നും ആയിട്ടില്ല കേട്ടോ. ഞാൻ അടുത്ത സൈഡ് ഞാൻ അഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ കേളാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. അവിടെ യാതൊരു ഇതും ഇല്ലായിരുന്നു കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഉണ്ടോ. ആ ജസ്റ്റ് അത്ര നേരം ചുറ്റി വെച്ചതിൻ്റെ ആയിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. എന്താണ് എനിക്ക് പറ്റിയത് എനിക്കറിയാം. ഞാൻ കണ്ട വീഡിയോസ് മൊത്തം കറക്റ്റ് കേളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് എന്താണ് പറ്റിയെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇത് കറക്റ്റാണേ ഞാൻ അതേപോലെ തന്നെ കറക്റ്റ് ചെയ്ത് വെക്കുക. പക്ഷേ യാതൊരു റിസൾട്ടും ഇല്ലായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 5-6 മണിക്കൂർ വെക്കണമെന്ന് തോന്നുന്നു കേട്ടോ. എന്നാലും എനിക്ക് കറക്റ്റ് കേട് കിട്ടത്തോളം തോന്നുന്നു. അതേപോലെ ഹെയർ സിറം യൂസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും കേട്ടോ. നല്ല കേടായി കിട്ടുമായിരിക്കും. ഒരു 6-7 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും കേട്ടോ. ഇത് പിന്നെ 2 മണിക്കൂർ മാത്രം വെച്ചുകൊണ്ടായിരിക്കും ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഞാൻ വലിയ പ്രതീക്ഷകൾ വെച്ച് ചെയ്തത്, കാരണം ഞാൻ വീഡിയോസൊക്കെ കണ്ടപ്പോഴൊക്കെ എല്ലാം നല്ല കേടായി വന്നതാണ്. എൻ്റെ പ്രതീക്ഷകളെല്ലാം പോയി. എന്തായാലും ഇതാണ് നമുക്ക് കിട്ടിയ റിസൾട്ട്. ഒരു ഇതുമില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു ഒടിവും വളവും അങ്ങനെ കിടക്കുന്നതിന് വേറെ ഒരു ഇതില്ല കേട്ടോ. വേറെ ഒന്നുമില്ല കേട്ടോ മുടിയിൽ. പ്രത്യേകിച്ച് ഇനി ഒന്നും പറയാനൊന്നുമില്ല. ചീറ്റിപ്പോയി, സംഭവം കയ്യിൽ നിന്ന് പോയി. ഇനി അങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. നമുക്ക് ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. ചീറ്റിപ്പോയൊരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയാം കേട്ടോ. നിങ്ങളാരും ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ട് പറയാം. നിങ്ങളൊരു 6-7 മണിക്കൂർ വെച്ച് നോക്കുക കേട്ടോ. അതിനിപ്പോൾ നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും എനിക്ക് തോന്നുന്നു. ഹെയർ സിറം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അങ്ങനെ കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുമായിരിക്കും പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.